ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുൻപിൽ മുട്ടുമടക്കാത്ത ആത്മവീര്യം. ഉപചാര വാക്കുകളല്ല, പ്രഹരശേഷിയാണ് തങ്ങളുടെ ഭാഷയെന്ന് വൻ ശക്തികളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇറാൻ. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവർക്ക് മുന്നിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടിയല്ല, പോരാട്ടത്തിന്റെ ചുവന്ന കൊടിയാണ് ഞങ്ങൾ ഉയർത്തുന്നത് എന്ന് ടെഹ്റാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയുടെ വാഗ്ദാനങ്ങളും സമ്മർദ്ദ തന്ത്രങ്ങളും തള്ളിപ്പറഞ്ഞ് ഇനി യാതൊരു നയതന്ത്ര ചർച്ചകൾക്കുമേ ഇല്ല എന്ന കടുത്ത പ്രഖ്യാപനവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ പരമാധികാരം വിട്ടു നൽകില്ല എന്നും മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യം ആരുടെയും ദാനമല്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അടിവരയിട്ടു പറയുന്നു. തങ്ങളുടെ മണ്ണിലേക്ക് വിരൽ ചൂണ്ടിയ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ബാലിസ്റ്റിക് മിസൈൽ പ്രഹരങ്ങളും തിരിച്ചടികളും തങ്ങളെ തളർത്താനാവില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. വാഷിംഗ്ടണിൽ ഇസ്രായേലും അമേരിക്കയും ഒത്തുകൂടി ഇറാനെ തളയ്ക്കാനുള്ള പുതിയ പദ്ധതികൾ മെനയുമ്പോൾ ഏത് തരത്തിലുള്ള അധിനിവേശത്തെയും തകർത്തെറിയാൻ തങ്ങൾ സജ്ജമാണെന്നാണ് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രതികരണം. ആധിപത്യ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ പശ്ചിമേഷ്യയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധത്തിന്റെ പുതിയ ചരിത്രം എഴുതാൻ ഇറാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ വരും ദിവസങ്ങളിൽ എന്തു സംഭവിക്കും? പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ വീണ്ടും കനക്കുകയാണ്. മേഖലയിൽ സമാധാനം വീണ്ടെടുക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായി വഴിമുട്ടിയെന്ന സൂചനകൾ നൽകി. അമേരിക്കയുമായി ഇനി യാതൊരു വിധത്തിലുള്ള ചർച്ചകൾക്കുമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലെ അവകാശ തർക്കങ്ങളും ജലപാത വിഭജനവുമായി ബന്ധപ്പെട്ട് ഒമാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും ഇറാൻ തള്ളിക്കളഞ്ഞതോടെ സമാധാന ശ്രമങ്ങൾ വീണ്ടും അവതാളത്തിലായി. അതിനിടെ വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയും നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഇറാനെ യാതൊരു കാരണവശാലും ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്ന് ഇരു രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ട്രംപ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. യുക്രൈൻ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പേട്രിയറ്റ് മിസൈലുകളും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. യുക്രൈന്റെ കപ്പൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാനും യുക്രൈനും തമ്മിലുണ്ടായ തർക്കങ്ങളിൽ അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന വിശദീകരണത്തോടെ നിലവിൽ താൽക്കാലിക ശമനം വന്നിട്ടുണ്ട് എങ്കിലും മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും മാറുന്ന യുദ്ധചിത്രങ്ങൾ ലോകത്തെ വന്നാശങ്കയിലേക്കാണ് തള്ളിവിടുന്നത്. അമേരിക്കയുടെയും സഖ്യസേനയുടെയും സമ്മർദ്ദ തന്ത്രങ്ങൾക്കും ഒമാൻ മുന്നോട്ട് വെച്ച ജലപാത വിഭജന നിർദ്ദേശങ്ങൾക്കും ശക്തമായ മറുപടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/3 കടന്നു പോകുന്ന അതിസുപ്രധാനമായ ജലപാതയിൽ തങ്ങളുടെ പരമാധികാരം ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയുമായി ഇനി യാതൊരുവിധ നയതന്ത്ര ചർച്ചകൾക്കുമില്ല എന്ന കടുത്ത നിലപാടിലേക്ക് ഇറാൻ നീങ്ങുമ്പോൾ മേഖലയിലെ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് ഉയരുകയാണ്. സൗദി അറേബ്യയും അമേരിക്കൻ സേനയും ചേർന്ന് ഇറാഖിലെ സായുധ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്കും ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈൽ പ്രഹരങ്ങൾക്കും ഇടയിലാണ് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള ഈ പുതിയ പോർമുഖം തുറക്കപ്പെടുന്നത്. വാഷിംഗ്ടണിൽ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അടച്ചിട്ട മുറിയിൽ ഒത്തുകൂടി ഇറാനെതിരെ പുതിയ തന്ത്രങ്ങൾ മെനയുമ്പോൾ ഞങ്ങളുടെ കടലിൽ ഞങ്ങളുടെ നിയമം മാത്രം എന്ന പ്രഖ്യാപനവുമായി ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ തൊണ്ടക്കുഴിയിൽ പിടിമുറുക്കിക്കൊണ്ട് ഇറാൻ നടത്തുന്ന ഈ നീക്കം വൻ ശക്തികളെ ഏതളവിൽ പ്രതിരോധത്തിലാക്കും? ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ എന്ത് എന്നത്. മറുഭാഗത്ത് അമേരിക്കയും സൗദി അറേബ്യയും ചേർന്നുള്ള ശക്തമായ സൈനിക നീക്കങ്ങൾ മേഖലയെ കൂടുതൽ യുദ്ധഭീതിയിലാഴ്ത്തുന്നു. റിയാദിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ മുൻപ് നടന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകളുടെ കേന്ദ്രങ്ങളിൽ സൗദിയും US സേനയും ചേർന്ന് ശക്തമായ വ്യോമാക്രമണവും മിസൈൽ ആക്രമണവും നടത്തി. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്നാൽ ഈ അക്രമങ്ങൾ തീർത്ഥാടകർക്ക് നേരെ നടന്ന ഗുരുതരമായ പ്രകോപനമാണ് എന്നും കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ജോർദാനിലെയും മിഡിൽ ഈസ്റ്റിലെയും US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ അപ്രതീക്ഷിത ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ ശ്രമങ്ങൾ വിജയകരമായി പ്രതിരോധിച്ചതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നുണ്ട്. കുറെ കാലം കൂടിയാണ് അമേരിക്കയ്ക്ക് ഇത്തരത്തിൽ വിജയകരമായി ഇറാനെ തടുക്കാൻ സാധിച്ചു എന്നൊന്ന് പറയാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായതും വ്യക്തമായതുമായ ആക്രമണമാണ് ഇറാൻ ഇന്നോളം അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിട്ടുള്ളത്.
ആയുധക്ഷാമമുണ്ട് എന്ന വാർത്തകൾ നിഷേധിച്ച പെന്റഗൺ US പ്രസിഡന്റിന്റെ ഏതുത്തരവും നടപ്പിലാക്കാൻ സേന പൂർണ്ണ സജ്ജമാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യൻ സേനയും അമേരിക്കൻ സേനയും ഒന്നിച്ചു ചേർന്നുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറുകയാണ്. ഇതുവരെ സൗദി അറേബ്യ നേരിട്ട് ഒരു യുദ്ധത്തിൽ മുതിർന്നിരുന്നില്ല. ഇറാനുമായി ഇതുവരെ നേരിട്ട് ഏറ്റുമുട്ടിയതുമില്ല. ഇറാൻ ചില പ്രവിശ്യകളിലൊക്കെ സൗദി അറേബ്യയിലേക്ക് മിസൈൽ അയക്കുകയും അത് പാട്രിയറ്റ് മിസൈൽ സംവിധാനം വെച്ച് സൗദി അറേബ്യ തകർക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് സൗദി അറേബ്യയും അമേരിക്കൻ സേനയും ചേർന്ന് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകളുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. മിസൈൽ ആക്രമണവും വ്യോമാക്രമണവും നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് സൗദിക്ക് സഹികെടുന്ന രീതിയിലാണ് ഇറാൻ അനുകൂല സായുധ സംഘടനകൾ ഇറാഖിൽ നിന്ന് സൗദിയുടെ തലസ്ഥാനമായി റിയാദിലേക്ക് എണ്ണ ശുദ്ധീകരണ ശാലകളുമൊക്കെ മിസൈലുകളും ഡ്രോണുകളും അയച്ചത്. ഇറാനെ കൊണ്ടും അത് ചെയ്യിപ്പിച്ചതാണ്. അത് തകർത്തെങ്കിലും അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് സൗദി പറഞ്ഞിട്ടുള്ളത്. സൗദിയും അമേരിക്കയും ചേർന്നുള്ള അറ്റാക്ക് ഇറാഖിൽ നടത്തിയിരിക്കുന്നു. ഇതിനെതിരെ യമനിലെ ഹൂതികളും അതുപോലത്തെ തന്നെ ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മണ്ണിലേക്ക് ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കേണ്ടി വരുമെന്ന് സൗദി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പലതവണ മുന്നറിയിപ്പ് നൽകിയെങ്കിലും സൗദി ആകെ ഹൂതികളുടെ കേന്ദ്രമായുള്ള ഹുദൈദ തുറമുഖം മാത്രമാണ് ആക്രമണം നടത്തിയത്. ഇപ്പോൾ സൗദി നിലപാട് മാറ്റിയിരിക്കുന്നു. ഇറാൻ അനുകൂല സംഘടനകളിലുള്ള ഇറാഖിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാനിലേക്ക് നേരിട്ട് ആക്രമണം നടത്തിയിട്ടില്ല. എന്നാൽ അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങളും യുദ്ധരംഗത്തേക്ക് വരുന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ കാണേണ്ടി വരുന്നത്. സൗദിക്ക് പാകിസ്ഥാനുമായി സൈനിക കരാറുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൗദിയെ ആക്രമിക്കരുത് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഇറാൻ നേരിട്ട് സൗദിയെ ആക്രമിക്കുന്നില്ല എങ്കിലും ഇറാൻ അനുകൂല സംഘടനകളുടെ പിന്നിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും രംഗത്തു വരുന്നത് നല്ല സൂചനയല്ല. ഇതിനിടയിലാണ് ഏറ്റവും തന്ത്രപരമായുള്ള ചർച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വാഷിംഗ്ടണിൽ നടന്നിട്ടുള്ളത്. അവിടുത്തെ ഇസ്രായേലി അനുകൂലമായിട്ടുള്ള ലിൻസെ ഗ്രഹാമിന്റെ സംസ്കാരത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നത് എന്ന് പറയപ്പെടുന്നു. എന്തുതന്നെയായാലും ആത്മാഭിമാനമുള്ള ജനതയാണ് ഇറാൻ. ആ ആത്മാഭിമാനത്തിനുമേൽ തങ്ങളുടെ പരമാധികാരത്തിനുമേൽ ആര് കടന്നു കയറാൻ ശ്രമിച്ചാലും തിരിച്ചടി ഉറപ്പാണ്. അമേരിക്കയോട് പോലും ഒരു ഇഞ്ച് പിന്നോട്ട് മാറാൻ തയ്യാറാകാത്ത ഇറാന് മറ്റു രാജ്യങ്ങൾ ഒന്നുമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു.